വാഹനപ്രിയർക്ക് ഹരം പകർന്നതും കൗതുകമുണർത്തുന്ന കാഴ്ചകളുമായിരുന്നു കഴിഞ്ഞ ആഴ്ച ചൈനയിലെ ഷങ്ഹായിൽ നടന്ന ഷങ്ഹായി ഇന്റർനാഷണൽ ഓട്ടോ ഷോ. കുവൈറ്റിലെ ജെറ്റൂർ മോട്ടോഴ്സിന്റെ പ്രതിനിധികളുമായുള്ള കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ നടത്തിയ റിപ്പോർട്ടിന്റെ തുടർച്ച. Here we are at the Shanghai Auto Show, and at the Jetour stand we are going to launch the new G700, which is going to be launched in China today and will be coming to the Middle East markets very soon. ടെക്നോളജികൾ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ അതാത് രാജ്യത്തെ ആൾക്കാരെ ഒക്യുപ്പൈഡാക്കുന്നതും എല്ലാവരും 8 hours ജോലി ചെയ്ത് വളരെ കൃത്യതയോടുകൂടി അവരുടെ കാര്യങ്ങൾ ചെയ്ത് എൻജോയ് ചെയ്യുന്നൊരു സീൻ അവിടെ കാണാൻ സാധിച്ചു. വൈകുന്നേരങ്ങളിൽ എല്ലാവരും പാർക്ക് വരുന്നു, എല്ലാവരും ഫാമിലിയായിട്ട് കറങ്ങുന്നു. അങ്ങനെ ഗ്രീൻ സിറ്റി പല രീതിയിലുള്ള നമുക്ക് അതിനെ എങ്ങനെ അല്ല, ഈ ചൈന എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് അതിശയങ്ങൾ തരുന്നൊരു നാടാണ്. ഇന്നിപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ഷാങ്ഹായിലാണ്. ഷാങ്ഹായ് ടവർ ആണ് നമ്മുടെ പുറകിൽ കാണുന്നത്. യാങ്സി റിവറിൻ്റെ തീരത്താണ് നമ്മൾ. പിന്നെ നമ്മൾ നിൽക്കുന്ന ഈ ബിൽഡിംഗ് പോലും 120 വർഷം പഴക്കമുള്ള ചൈനയുടെ പ്രസിഡന്റ് ഉൾപ്പെടെ മറ്റു വെളിയിൽ നിന്നുള്ള നേതാക്കൾ വരുമ്പോൾ കൂടുന്ന സ്ഥലത്താണ് നമ്മളിന്ന് ജെറ്റൂറിൻ്റെ ഇവൻ്റ് നടത്തുന്നത്. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ളൊരു സ്ഥലത്ത് നിന്ന് സംസാരിക്കുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ്. അത് ഇന്ന് നമ്മൾ എന്തിനാണ് വന്നിരിക്കുന്നത്? ഇന്ന് നമുക്ക് ഏതാണ്ട് 68 രാജ്യങ്ങളിലുള്ള ആളുകളാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ജെറ്റൂറിൻ്റെ സക്സസ് സ്റ്റോറിയെ കുറിച്ച് പറയാൻ. ചൈന എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ അടുത്തറിയുമ്പോൾ നമ്മളെ എപ്പോഴും അതിശയിപ്പിക്കും. കാരണം ചൈന എപ്പോഴും ഒരു ക്ലോസ്ഡ് കൺട്രിയാണ്. ആ കൺട്രിയിലെ അവിടുത്തെ ആളുകളും അവിടുത്തെ ആളുകളുടെ ജീവിതവും അവിടുത്തെ ആളുകളുടെ ജീവിത ശൈലിയും ഒക്കെ നമുക്ക് പഠിക്കാനായിട്ട് ഒത്തിരി തരുന്ന ഒരു നാടാണ്. തീർച്ചയായിട്ടും ഒരു ബിസിനസ് എൻറ്റിറ്റി ആണെങ്കിൽ കൂടിയും നമ്മൾ അവരുടെ ഇതിലാണ് വന്നെങ്കിൽ കൂടി ഇവിടെ കാണാൻ സാധിച്ചത് അതിൻ്റെ ഒരു പരസ്യത്തിലുപരി അതിൻ്റെ കണക്കുകൾ പോലും നോക്കാതെ ആ ഫണ്ട് ശരിയായ ദിശയിൽ പബ്ലിസിറ്റിക്കും മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ 68 രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ വരിക, അതും ഡിസ്കവറി തുടങ്ങി അതുപോലെ പ്രമുഖ ചാനലുകൾ, അങ്ങനെ ഒരുപാട് വേൾഡ് ഫേമസ് ആൾക്കാർ, അങ്ങനെ അവരെല്ലാം മീറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ, ഇതൊക്കെ നമുക്ക് വളരെ റെയറായിട്ട് കിട്ടുന്നതാണ്. പക്ഷെ അവരുടെ ഒരു നല്ല മനോഭാവമാണ് തീർച്ചയായിട്ടും കാണുന്നത്. അദ്ദേഹം പറഞ്ഞ പോലെ 15 വർഷമായിട്ട് ഇപ്പം കുവൈറ്റിലുള്ള ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ എത്താൻ പറ്റുക എന്നുള്ളത് എനിക്ക് തോന്നുന്നത് 97 ഞാൻ തൈവാനിൽ പോയ ഒരു കാലം എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് നമ്മുടെ സാറ്റലൈറ്റ് ഡിഷ് ഒക്കെ കൊണ്ടുവന്ന അത് മാനുഫാക്ചറിങ്ങായിട്ട് ബന്ധപ്പെട്ട ആ കാലത്തിൽ നിന്ന് ട്വിസ്റ്റ് ചെയ്ത് നിന്ന് ഐടിയും പിന്നീട് ഇപ്പം കാലഘട്ടമൊക്കെ എത്തിയപ്പം പുതിയ തലമുറയ്ക്ക് നമുക്ക് ഏതൊക്കെ രീതിയിൽ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഇപ്പോൾ താങ്കളുടെ ആ ഒരു അല്ലെങ്കിൽ നിങ്ങളുടെ ആ പ്രസ്ഥാനത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ടെസ്ലയെ വെല്ലുന്ന കാറുകളൊക്കെ വരുമ്പോൾ നമുക്കതൊന്നും ചിന്തിക്കാൻ പറ്റാത്ത സമയത്ത് അതേ ഫീച്ചർ കിട്ടുന്ന ഒരു അല്ലേ? അതെ. ഇപ്പോൾ നാളത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നാളെ ഷാങ്ഹായ് ഓട്ടോ ഷോ ആണ്. ഈ ഓട്ടോ ഷോയിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നത് ജെറ്റൂറിൻ്റെ പുതിയ മോഡൽ, അതായത് G700 എന്ന് പറയുന്ന പുതിയ മോഡൽ ചൈനയിൽ ലോഞ്ച് ചെയ്യാണ്. ചൈനയിൽ അതൊരു വലിയ സംഭവമായിരിക്കും. നമ്മളതിൽ പങ്കെടുക്കുകയും ചെയ്യും. അതിനുശേഷം ഇത് മിഡിൽ ഈസ്റ്റിലും വരാൻ പോവാണ്. ഇത് ഒരു T2ൻ്റെ സക്സസിന് ശേഷം ഇനി അടുത്തൊരു വലിയൊരു കുതിപ്പിലേക്ക് നമ്മൾ നോക്കിക്കാണുന്ന ഒരു വാഹനമാണ് G700. അത് നമുക്ക് ഇന്നിപ്പോൾ അവിടെ കാണാൻ സാധിക്കും. നാളെ ഒഫീഷ്യലായിട്ട് അത് ലോഞ്ച് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അകത്ത് അവർ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാവുന്നതിലും ഒരുപടി അപ്പുറമായിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ടാണ് അത് വരാൻ. എന്തായാലും ഒന്ന് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും നമുക്ക്. കഴിഞ്ഞ ഇൻ്റർവ്യൂവിലെല്ലാം നമ്മൾ പറഞ്ഞാണ്, നമ്മൾക്കിതൊക്കെ കുറേ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെ നമ്മുടെ കമ്മ്യൂണിറ്റി ഉപയോഗിക്കാം, എങ്ങനെ നമ്മുടെ യങ്സ്റ്റേഴ്സിനെ, നമ്മുടെ ചെറുപ്പക്കാരെ നാട്ടിൽ നിർത്തി അവർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കും, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടി. വി ആർ ഇന്ത്യൻസ്, വി ആർ ഡൂയിങ് സോ മെനി തിങ്സ്, ബട്ട് വിച്ച് ഇസ് വി വാച്ച്ഡ് ഹിയർ ഇസ് അൺബിലീവബിൾ. ഹൗ യു ഗൈസ് ആർ യൂട്ടിലൈസിങ് ദ ടെക്നോളജി, how you give the lesson for the new generations, it's unbelievable. How you are handling these things, and you know everything is expensive now, but Chinese car is getting, it's a reasonable rate as well as the wonderful feature. How are you getting this? So first of all, I think that the partner is very important because of the brand, because Jetour
even it's a new brand, even it's just the 7 years old, but since the beginning, we take special care about the market, our partner, the products, and also our customer. So it means that we are a really user-oriented company. So we will take special care about our brand image, brand reputation, and our users. So we get a very close relationship with all of our users. So that is one of the success of J2 in the world, in China, and also in TCC in Kuwait. So yes. One more wonderful. Nowadays, even if United States or any of other countries always depending on the China, Yeah. because productively or labor or workers getting cheap, and they can take out their product in a cheap rate. How you guys is democratically or by government the people are working in a proper manner? I think maybe 8 hours or whatever. How you guys are managing the labors? First of all, we have a dream together. We have the unique target. So for example, for J2, so since the beginning, since 7 years ago, we have the team together and we expand our team because this team is very united. And everybody in J2, we want to make this brand success in the world. So this is one of the very, very important because we have the same vision for the future. And secondly, we are very happy for that. Even it's very hard. We have many challenges. We have many difficulties, but we have a very good progress every day, every year, every month. So we are also very involved, very enjoy by the achievement. So step by step, we will work hard. We will work for the more target and to perform our our vision. This is a wonderful gathering as well. It's a business base as well as the friendship base. Kuwait and China is doing so many business, and the luxury cars people are getting very cheap rate and reasonably. Actually, our cars, they are reasonable and everybody can get because our prices are really reasonable. The price starts from 4,400, 44, and it reaches to 12,000. So everybody can get. How is your experience, sir? Our brand is Jetour, the best brand now, and not in Kuwait, in all the world. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഒരു ജനറേഷൻ പുതിയ തലമുറയ്ക്ക് വേണ്ടി എന്ത് കൊടുത്തു എന്നൊരു ചോദ്യം വരുമ്പം സമ്പാദ്യവും മാത്രമല്ല ഇതുപോലുള്ള ടെക്നോളജിയും അറിവും അവരിൽ എത്തിക്കണം എന്നുള്ളതും. പിന്നെ നിക്സണോട് ഒരു ചോദ്യം എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത്, ഈ ചൈനയിലേക്ക് വന്നപ്പോൾ നിങ്ങളുടെ ഒരു അനുഭവം എന്തായിരുന്നു? എങ്ങനെയായിരുന്നു അവരുടെ സ്വീകാര്യത? അതാണ് ഞാൻ പറഞ്ഞത്. അവരെങ്ങനെ നിങ്ങളെ കണ്ടു? നിങ്ങൾ വെളിയിൽ നിന്ന് വരുന്നൊരു ആളാണ്. അതാണ് ഞാൻ പറഞ്ഞത്. 97 തൈവാനിൽ ഒരു ഡിഷ് മാനുഫാക്ചറിങ് കമ്പനിയിൽ പോകുമ്പം അന്ന് തന്ന ആ സ്വീകാര്യത അതിൻ്റെ ഒരു 10 ഇരട്ടി കാണാൻ സാധിച്ചു. അതിലൊരു മലയാളി ശ്രീ റെക്സി വില്യംസ്, അതിൽ നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ മലയാളി സാന്നിധ്യം ഏത് സ്ഥലത്തും നമ്മുടെ മലയാളിയുടെ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഞാനുണ്ട്, നമ്മളുടെ ക്യാമറാമാൻ രതീഷുണ്ട്, അങ്ങനെ നമ്മുടെ ആ അനുഭവങ്ങളും അല്ലെ നമ്മുടെ എക്സ്പീരിയൻസുകളൊക്കെ ഒപ്പിയെടുക്കുക അദ്ദേഹവും ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു പ്രൊഫഷണൽസിന്റെ കൂടിച്ചേരൽ എന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്കവറി ചാനലിന്റെ ഡയറക്ടർ, അതുപോലെ തന്നെ ചീത്ത ഫെഡറേഷന്റെ ആളുകളുണ്ട്, ചീത്ത കൺസർവേഷന്റെ. അപ്പോൾ ഒരുപാട് അനുഭവങ്ങളാണ്. തീർച്ചയായിട്ടും ഇതുപോലുള്ള അറിവും ഇതൊക്കെ നമ്മുടെ നാടുകളിലും എത്തിക്കാൻ പ്രവാസികളുടെ പങ്ക് വളരെ വലുതാണ്. എത്ര പഠിച്ചാലും നമ്മുടെയൊക്കെ അറിവുകൾ ഓരോന്ന് കണ്ട് മനസ്സിലാക്കുമ്പോഴാണ്, തൊട്ടറിയുമ്പോഴാണ്. ഈ തൊഴിലാളികളുടെ ശുഷ്കാന്തിയും തൊഴിലിനോടുള്ള അഭിനിവേശമൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള നല്ല നല്ല മാതൃകകൾ നമ്മുടെ സമൂഹത്തിനിടയിൽ ഉണ്ടാകട്ടെ എന്നും നാടും വീടും എല്ലായിടത്തും സമാധാനം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിടാം. ജയ് ഹിന്ദ്.